എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണിതല്ലേ. പച്ചപ്പും വെള്ളവും ഹൗസ് ബോട്ടുകളും ഒക്കെ ചേർന്ന് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു അടിപൊളി കാഴ്ച. ഈ ഒരു സ്ഥലം സീറോ ബോട്ട് ജെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാ ഒരു ബോട്ട് പോകുന്ന കണ്ടില്ലേ. ഇതിപ്പോൾ കൃഷ്ണപുരം എന്ന് പറഞ്ഞ ബോട്ട് ജെട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പള്ളാത്തുരുത്തി റൂട്ടിൽ ഏകദേശം 4-ാമത്തെയോ 5-ാമത്തെയോ ബോട്ട് ജെട്ടിയാണ് സീറോ ബോട്ട് ജെട്ടി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. കണ്ടില്ലേ ഒത്തിരി ഹൗസ് ബോട്ടുകൾ വരുന്നത്. ഇത് പള്ളാത്തുരുത്തി ഭാഗത്തു നിന്നാണ് വരുന്നത്. പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞാൽ PBC എന്ന് പറയുന്നതായിരിക്കും എല്ലാവർക്കും അറിയാൻ എളുപ്പം. ആ ഒരു റൂട്ടിലൂടെയാണ് ഈ ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നത്. പാടത്തി പച്ചപ്പുള്ള സമയത്ത് ദാ ഈ ഒരു വീട് കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ വെള്ളമായിരിക്കും. ആ സമയത്ത് വേറൊരു ലുക്കായിരിക്കും. ഇതേപോലെ നിരവധി ഐലൻഡ് ടൈപ്പ് അല്ലെങ്കിൽ തുരുത്തുകളുണ്ട് ഈ ഒരു സ്ഥലത്ത്. ഈ സ്ഥലം കൃത്യം വരുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ജെട്ടിയുടെ അക്കരെയാണ്. ഇതാ അങ്ങ് ദൂരത്ത് നിന്ന് ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നത് കണ്ടില്ലേ, അതാണ് നമ്മുടെ രാജ ടീ സ്റ്റോൾ, അതായത് രാജായിക്കട കട എന്നൊക്കെ പറയുന്ന ആലപ്പുഴയിലെ പണ്ട് തൊട്ടേയുള്ള ചായക്കട ഭാഗം. ആ പച്ചപ്പിൽ നിൽക്കുന്ന വീടും അതിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് വരുന്ന ആ ഒരു ഹൗസ് ബോട്ടും കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് സർവീസ് ബോട്ട് ഇതാ ഓടി കൈനഗിരി ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ കാണുന്നത് ആ ഒരു പച്ചപ്പിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു തുരുത്താണ്. കണ്ടില്ലേ, വീടുകളുണ്ട് അവിടെ. പാടമായിരിക്കുന്ന സമയത്ത് വരമ്പിലൂടെയും മഴക്കാലമായിരിക്കുന്ന സമയത്ത്, അതായത് വെള്ളമുള്ള സമയത്ത് വള്ളത്തിലുമാണ് ഇവിടേക്കായിട്ട് യാത്ര. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് സീറോ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു റൂട്ട് തന്നെയാണ് ഹൗസ് ബോട്ടുകളൊക്കെ അവരുടെ ടൂറിസ്റ്റുകളുമായിട്ടുള്ള കറക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്നതും. എനിക്ക് കിട്ടിയ മനോഹരമായ മറ്റൊരു കാഴ്ചയാണിത്. ഇതാ കണ്ടില്ലേ, കുറേ പിള്ളേർ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. ആ കളിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കായലും അതിലൂടെ പോകുന്ന ബോട്ടുകളും എന്ത് സുന്ദരമാണല്ലോ ഈ ഒരു കാഴ്ച. കുറച്ചും കൂടെ ക്ലോസപ്പ് ആയിട്ട് കാണുവാണെങ്കിൽ ദാ ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരേണ്ടത് ആലപ്പുഴയിലെത്തി അവിടെ നിന്ന് ചുങ്കം റൂട്ട് പിടിക്കുക. ചുങ്കം റൂട്ടിൽ നിന്നും ലേക്ക് പാലസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ റൂട്ടിലേക്ക് സഞ്ചരിക്കുക. ലേക്ക് പാലസ് റിസോർട്ട് കഴിഞ്ഞിട്ടും ഒരു വഴി നേരെ മുമ്പോട്ട് പോകുന്നുണ്ട്. ആ വഴി നേരെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് സീറോ ബോട്ട് ജെട്ടിയിലാണ്. അതായത് ദാ ഈ കാണുന്ന ബോട്ട് ജെട്ടി. ഇതിപ്പോൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന ഒരു ബോട്ടാണ്. ഈ ബോട്ട് ജെട്ടിയിൽ നിന്നും നേരെ മുമ്പോട്ട്, അതായത് കിഴക്ക് ഭാഗത്തോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ദാ ഇതേപോലെ സ്പീഡ് ലോഞ്ചൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ ഒരു സ്പീഡ് ബോട്ട് റൈഡൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റും കാണാം. ഈവനിങ് ടൈമിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ലുക്കായിരിക്കും ഇവിടെ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കായലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ റോഡിലെ ആ റോഡിൻ്റെ അവിടെ കാണുന്ന ബോട്ട് ജെട്ടിയാണ് സീറോ ബോട്ട് ജെട്ടി. അവിടെ വന്ന് നമ്മളിതാ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കായൽ നമുക്ക് കാണാം. പിന്നെ ഇതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു പോകാം എന്നേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും നമുക്ക് ബോട്ട് മാർഗത്തിലും സീറോ ബോട്ട് ജെട്ടിയിലേക്ക് എത്തിച്ചേരാം. ഏറ്റവും മിനിമം ചാർജിലായിരിക്കും നമുക്ക് ബോട്ടിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ താങ്ക്